എപ്പോഴും ഉണ്ടാക്കുന്ന പായസത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പായസമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ഡേറ്റ്സ് പായസം. ഇനി ഡേറ്റ്സ് പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡേറ്റ്സ് കുരു കളഞ്ഞത് 1 കപ്പ് ചെറുതായി അരിഞ്ഞത്, കണ്ടൻസ്ഡ് മിൽക്ക് 4 ടേബിൾ സ്പൂൺ, കാഷ്യൂ നട്ട്സ് 1/4 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, നെയ്യ് 1/2 ടേബിൾ സ്പൂൺ, കിസ്മിസ് 2 ടീസ്പൂൺ, വെള്ളം 1/2 കപ്പ്, പാല് 2 കപ്പ്. ഇനി ഡേറ്റ്സ് പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം, അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഡേറ്റ്സ്, വെള്ളത്തിലിട്ടേക്കുന്ന ഈ ഡേറ്റ്സ് ഇനി ഒരു 5 മിനിറ്റ്സ് നമുക്ക് വേവിക്കണം. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ ഡേറ്റ്സ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരാൻ സഹായിക്കും. ഇത് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഡേറ്റ്സ് ഏകദേശം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ പേസ്റ്റിലേക്കാണ് നമ്മൾ പാലൊഴിക്കുന്നത്. പാല് ഞാൻ ചെറുതായി ചൂടാക്കിയതാണ്. പാല് നമ്മൾ ഒറ്റയടിക്ക് ഒഴിക്കരുത്, ചെറുതായി ഒഴിച്ചൊഴിച്ച് വേണം അതിൻ്റെ കൂടെ ഇളക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒഴിച്ചാൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട് പിരിയാനായിട്ട്. ഇനി ഒരു 5 to 7 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇത് നമ്മൾ ഇളക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. കണ്ടൻസ്ഡ് മിൽക്കും ഒഴിക്കുമ്പോൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ ഡേറ്റ്സ് പായസത്തിൽ നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ആഡ് ചെയ്യുന്നില്ല. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ഡേറ്റ്സിൻ്റെ സ്വീറ്റ്നെസ് വെച്ചാണ് ഈ പായസം റെഡിയാവുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച ശേഷം ഒരു 2 മിനിറ്റ് ഇത് തിളയ്ക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇടാനായിട്ട്. ഏലക്ക ഒരു 1/2 ടീസ്പൂൺ പൊടിച്ചതാണ് നമ്മൾ ഇടുന്നത്. ഡേറ്റ്സ് പായസം ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നെയ്യിൽ കിസ്മിസും കശുവണ്ടിയും വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡേറ്റ്സ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡേറ്റ്സ് പായസം ഉണ്ടാക്കി നോക്കുക.